Let us turn our attention to the Word of God. നമുക്ക് നമ്മുടെ ശ്രദ്ധയെ അല്പസമയം കർത്താവിൻ്റെ വചനത്തിലേക്ക് തിരിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. Praise God. I'm so blessed with our worship. The song which they selected that touched my heart. നമ്മുടെ ആരാധന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പാട്ടുകൾ സെലക്ഷൻ ചെയ്യുന്നത് പോലും ഹൃദയത്തെ തൊടുവാൻ കർത്താവ് സഹായിക്കുന്നു. Praise God. Let it continue that. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. Don't be depressed. Don't be upset. Many people looking for expansion. അല്ലേ? എക്സ്പാൻഷൻ വേണ്ടാത്ത എല്ലാവരും, എവരിബഡി നീഡ് ഒരു വലിയ ഒരു എന്താ പറയണേ, വിശാലത അല്ലേ ആവശ്യമാണ്. The vishalada is not because only the numbers of the people, not the size of the congregation. കോൺഗ്രിഗേഷൻ്റെ വലിപ്പത്തിലല്ല വിശാലത എന്ന് പറയുന്നത്. ചില ആഴ്ചകൾക്ക് മുമ്പ് the God strengthened me through his word. ദൈവത്തിൻ്റെ വചനത്താൽ എന്നെ ദൈവം ബലപ്പെടുത്തി. And I share with 30,000 people. Praise God. It's a huge number, and good to see the big gathering ready to fight against the enemy. 30,000 പേര്, എല്ലാവർക്കും സന്തോഷം തോന്നും. ഇത്രയും ജനം നല്ലതാ. പക്ഷേ God has a plan only for 300 people. Maybe some outsiders, maybe they become shame, or they may said, oh, what a foolish people they are. 30,000 പേര് വന്നിട്ട് ഇവർ 300 പേരെ ചുരുക്കിയാൽ എവിടെ യുദ്ധം വിജയിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ചിലരെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി നമ്മോട് പറയുന്നു, ആളിൻ്റെ എണ്ണം നോക്കരുത്, നിനക്ക് 300 മതി. 300 മതി. എണ്ണത്തിലല്ല കാര്യം, ദൈവ സാന്നിധ്യവും ദൈവശക്തിയും. യുദ്ധത്തിനു വേണ്ടി ഒരുങ്ങി നിൽക്കുവാൻ കഴിവുള്ള 300 പേര് മതി. I'm always asking God, I'm not expecting a big gathering or congregation. ഞാനൊരു നമ്പേഴ്സിനെ കൊണ്ട് നിറയുന്ന ദൈവസഭ ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. ഇത്രയും വർഷങ്ങളായിട്ട് എന്നെ ഒന്നു മാത്രമേ ചോദിച്ചുള്ളൂ, കർത്താവേ 4 പേരെ ഉള്ളെങ്കിലും നാം നക്കി കുടിക്കുന്നത് പോലെ കുടിക്കുവാൻ തയ്യാറുള്ള 4 പേര് വേണം. പ്രൈസ് ഗാഡ്. കാരണം എങ്കിൽ മാത്രമേ ദൈവ സാന്നിധ്യം ഉണ്ടാകുകയുള്ളൂ, ദൈവശക്തി ഉണ്ടാകുകയുള്ളൂ. പ്രൈസ് ഗാഡ്. Hallelujah. Let us turn our attention to the book of Joshua. ജോഷുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ, as we all know that the story of the Joshua. Praise God. Hallelujah. Sorry, at a third, not fourth, third. അതിൻ്റെ 5-ാം വാക്യം. Let us read 3 words 5. മതി. Then Joshua said to the people, consecrate yourselves. ആ വാക്ക് ശ്രദ്ധിക്കണേ. എന്തോ വാക്ക്? കോൺസിഗ്രേറ്റ് യുവർ സെൽഫ്. പക്ഷെ മലയാളത്തിൽ അതിനൊരു വ്യത്യാസമുണ്ട്. ശുദ്ധീകരിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആക്ച്വലി ആ വാക്കിലൊരു വ്യത്യാസം ഞാൻ പഠിച്ചപ്പോൾ അത് മനസ്സിലായി. ഈ കോൺസിക്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സമർപ്പിക്കുക എന്ന് ആക്ച്വലി. സാൻറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പം ശുദ്ധീകരിക്കുക. പ്രൈസ് ഗാഡ്. കോൺസിക്രേറ്റ് ദൈവമക്കളുടെ ആദ്യത്തെ പ്രാരംഭത്തിലെ ഉണ്ടാകുന്ന ദാറ്റ് ഇസ് എ ആക്ഷൻ. അത് ആക്ഷൻ പ്രവൃത്തിയിൽ കൂടെ പുറത്തു വരേണ്ടതാണ് സമർപ്പണം. കോൺസിക്രേറ്റ്. സാൻറ്റിഫിക്കേഷൻ വരേണ്ടത് പരിശുദ്ധാത്മാവ് മൂലമാണ്. സമർപ്പണം നടത്തിയെങ്കിൽ മാത്രമേ സാൻറ്റിഫിക്കേഷൻ നടത്തത്തുള്ളൂ. സാൻറ്റിഫിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇവിടെ ജനത്തോട് പറയുന്നത് അതിൻ്റെ കാര്യം പറയാം. അത് ഒന്നാമത്തെ വാക്യം മുതലൊന്ന് വായിക്കാം. അവൻ അതികാലത്തെ എഴുന്നേറ്റു, എല്ലാവരും. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വാക്യം പറയുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെ ഒരു അഡ്വൈസൊക്കെ കൊടുത്തു. വാട്ട് ടു ഡു, എങ്ങനെയാ അതിൻ്റെ ഒരു രീതി, ഒരു ടേബിളൊക്കെ കൊടുത്തു, സ്കെഡ്യൂളെല്ലാം കൊടുത്തു. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നത് അതിന് പാലിക്കേണ്ട ഡിസ്റ്റൻസ് പറയുന്നു. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. കീപ് യുവർ ഡിസ്റ്റൻസ്, ദെൻ യു നോ ദ വേ. ഇതിനു മുമ്പേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല ഈ പോകുന്ന വഴിക്ക്. പ്രൈസ് ഗാഡ്. എന്തിനാ ഈ വാക്ക് പറഞ്ഞേ? കോൺസിക്രേറ്റ് യുവർ സെൽഫ് ബിക്കോസ് യു നെവർ വെന്റ് ത്രൂ ദിസ് വേ. നീ ഇതിനു മുൻപേ ഈ വഴിയിൽ പോയിട്ടില്ലേ, അതുകൊണ്ട് നിങ്ങൾക്കറിയില്ല എന്തെല്ലാം തടസ്സങ്ങളുണ്ടെന്ന്. മുന്നോട്ടുള്ള ദിവസങ്ങൾ, നിമിഷങ്ങൾ, യാത്രകൾ നിങ്ങൾക്കറിയില്ല. വാട്ട് ഈസ് ദ ഹിഡൻ സ്നെയർ ഇൻ ദ വേ, ഇൻ ദ പാത്ത്. Therefore, consecrate yourself. നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. എന്നിട്ട് താപ്പോട്ട് പറയുന്നു, പുരോഹിതന്മാരോട് ദൈവം മോശയോട് പറയുന്നു, ഹേയ്, യോശുവയോട് പറഞ്ഞു, മോശയോട് ഇരുന്നതുപോലെ ഞാൻ നിന്നോടുകൂടെ ഇരിക്കുമെന്ന് ഇസ്രായേലെല്ലാം അറിയുന്നതിന് ഞാൻ ഇന്ന് അവർക്കാകെ നിന്നെ വലിയവനാക്കും. പ്രൈസ് ഗാഡ്. നാം നമ്മെ തന്നെ സമർപ്പിക്കുവാൻ, മറ്റുള്ളവരോട് ആഹ്വാനം ചെയ്യും, നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ നമ്മെ വലിയവനാക്കുന്ന ഒരു ദൈവമുണ്ട്. We are not talking about financial status. ഒരു പണക്കാരനാക്കുന്ന വലിപ്പമല്ല. പിന്നെ എന്താണെന്നറിയാമോ? നിന്നെ മാനിച്ചിട്ടില്ലാത്തവരുടെ മുൻപാകെ നിന്നെ മാനിക്കുവാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. നിന്നെ അറിഞ്ഞിട്ടും പുച്ഛിച്ചവരുടെ മുൻപാകെ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ നിന്നെ വലിയവനാക്കും. നീ ഒന്നു മാത്രം ചെയ്യണം, നീയും നിന്റെ ജനവും ഹല്ലേലൂയ ഹല്ലേലൂയ സമർപ്പിക്കണം. Consecrate yourselves. പ്രൈസ് ഗാഡ്. അങ്ങനെ അവരിതൊക്കെ ചെയ്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണ്. നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിലെ വെള്ളത്തിന്റെ വക്കത്ത് എത്തുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, ഇതാര് പറഞ്ഞാന്നറിയാമോ? ദൈവം പറഞ്ഞതാ. യോശുവ പറയുന്നത് കഴിഞ്ഞാൽ അടുത്ത ഓർഡർ വരുന്നത് ദൈവത്തിൽ നിന്നാ. Tell them. അപ്പോൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെ പറയുന്നത്, നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിലെ വെള്ളത്തിൻ്റെ വക്കത്ത് നിൽക്കുമ്പോൾ യോർദാൻ നിൽക്കാൻ അവരോട് കൽപ്പിക്കണം. അവിടെ ഒരു ചോദ്യം ഉണ്ടായില്ല. പുരോഹിതന്മാർ didn't ask to Joshua, what you are talking about?
You know there is a river of Jordan. How we can overcome that? Passover. അതിനെ കടന്നു പോകാൻ പറ്റില്ലല്ലോ എന്നൊന്നും ചോദിച്ചില്ല. Praise God. അവർക്കൊന്നറിയാമായിരുന്നു, ഹല്ലേലൂയ, ഇവന്റെ വായിൽ ദൈവത്തിന്റെ വാക്കുകളുണ്ട്. ഹല്ലേലൂയ, ഞങ്ങളുടെ പഴയ പിതാക്കന്മാർ കണ്ട ഹല്ലേലൂയ ഹല്ലേലൂയ ധാരാളം വഴിയിൽ കൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അവിടെ ഞങ്ങളെ ഹല്ലേലൂയ സമൃദ്ധിയായി നടത്തിയെങ്കിൽ ഇനിയും മേലാലും നടത്തുവാൻ എൻ്റെ ദൈവം കൽപ്പിക്കുന്ന ദൈവമായെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനമായിരുന്നു. ചോദ്യമില്ലാത്ത ഒരു കൂട്ടം ജനം, സംശയമില്ലാത്ത ഒരു കൂട്ടം ജനം. ഹല്ലേലൂയ, ദൈവത്തിന്റെ വാക്കുകൾ എനിക്ക് തക്ക സമയത്ത് ലഭിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തിൽ സമർപ്പണം അർപ്പിച്ച ഒരു കൂട്ടം ജനം. Praise God. അങ്ങനെ എന്താ സംഭവിച്ചെന്നറിയാമോ? യോശുവ ഇസ്രായേൽ മക്കളോട്, ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേൾപ്പീൻ. Hey, come to me. I'm going to speak what God spoke to me. യോശുവ പറഞ്ഞതെന്നാൽ, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. ക്ഷീണിച്ചിരിക്കുന്നവരോട്, മുന്നോട്ട് നാളെ ഇന്ന് വരെ പോയിട്ടില്ലാത്ത വഴിയെ പോകാത്തവരോട്, let us encourage other people and say, God is with us. Dear brother, sister and family, God is with you. നിന്നോടുകൂടെ ദൈവമുണ്ടോ? Praise God. തളർത്തുവാനല്ല നോക്കേണ്ടത്, ക്ഷീണിപ്പിക്കുവാനല്ല നോക്കേണ്ടത്. നീ ഇന്ന് വരെ പോയിട്ടില്ലാത്ത വഴിയെ പോകുവാൻ. നമ്മുടെ ആയുസ് എത്രയൊന്നും അറിയുന്നില്ല, നമ്മുടെ യാത്ര എവിടെ വരെയെന്ന് അറിയുന്നില്ല, എത്ര ഹാർഡാണെന്ന് നാം അറിയുന്നില്ല. എന്നാൽ ധൈര്യപ്പെടുത്തുന്ന ഒരു അഭിഷക്തനുണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടോ? നാം പുതിയ നിയമത്തിലെ പുരോഹിത വർഗമാ. We are not just a believer, we are a chosen people. Hallelujah. നാം രാജകീയ പുരോഹിത വർഗമാണ്. അങ്ങനെയെങ്കിൽ അന്യോന്യം ബലപ്പെടുത്തുന്നവരായി തീരട്ടെ. ഒരേ വ്യക്തി വീക്കായെന്ന് തോന്നുമ്പോൾ, അവൻ നമ്മെ ക്ഷീണിപ്പിക്കുന്ന വാക്കുകളുമായിട്ട് വരുമ്പോൾ, ദൈവവൈതലേ, നമ്മൾ ആ വാക്ക് കേട്ട് ക്ഷീണിക്കുവാനല്ല, പിന്നെയോ ആ വാക്ക് കൊണ്ടിരുന്നവനെ ബലപ്പെടുത്തണം. ബ്രദറെ അങ്ങനെയല്ല, സിസ്റ്ററെ അങ്ങനെയല്ല, അങ്കിളെ അങ്ങനെയല്ല, പാസ്റ്ററെ അങ്ങനെയല്ല, ബ്രദറെ അങ്ങനെയല്ല. ഈ അഭിഷേകമാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഒരു സമർപ്പണം ആവശ്യമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു സമർപ്പണമില്ലാത്ത ജീവിതം ഉണ്ടെങ്കിൽ സാന്റിഫിക്കേഷൻ നടക്കില്ല. പ്രൈസ് യു ഗോഡ്, ഹല്ലേലൂയ. അടുത്തത് പറയുന്നത്, അവിടെ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ ഭയപ്പെടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടെ കുറേ ഗ്രൂപ്പുകളുണ്ട്, കുറേ രാജാക്കന്മാരുണ്ട്, കുറേ കൊച്ചു കൊച്ചു ഗ്രൂപ്പ്സ് ഉണ്ട്. പറയാണ്, ദൈവം അവരെയൊക്കെ നീക്കിക്കളയും. അടുത്തത് പറയുന്നത്, ഇതാ ഭൂമിക്കും നായകനായവന്റെ നിയമപ്പെട്ട നിങ്ങൾക്ക്, പ്രൈസ് ഗോഡ്, യോർദാനിലേക്ക് കടക്കുന്നു. 12 പേരെ കൂട്ടുവീനെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. സമർപ്പിച്ചവൻ കാല് ചവിട്ടിക്കഴിഞ്ഞാൽ ഒഴുക്ക് നിൽക്കേണ്ടതെടുത്ത് നിൽക്കും. പ്രൈസ് ഗോഡ്. ഇതെല്ലാവരും ഇസ്രായേൽ ജനത്തിലുള്ള സകലരോടും പറഞ്ഞതാണ്. ഹല്ലേലൂയ. കോൺസെൻട്രേറ്റ് യുവർ സെൽഫ്. സമർപ്പിക്കണം. പ്രൈസ് ഗോഡ്. എന്താ സമർപ്പിക്കേണ്ടത്? നമുക്കതിനെക്കുറിച്ച് പുറകാലെ ചിന്തിക്കാം. ഇവിടെ സമർപ്പിച്ചവർ നിയമപ്പെട്ടവും എടുത്തുകൊണ്ട് പോവുകയാണ്. ദൈവമക്കളെ, വഴി അറിയാതെ നിൽക്കുന്നവർക്ക് വഴി കാണിച്ചു കൊടുക്കുവാനുള്ളവരാ നാം. പകച്ചു നിൽക്കുന്നവരെ സ്തോത്രം നേർവഴിയിൽ നടത്തുവാനുള്ളവരാ നാം. പുരോഹിതന്മാർ പെട്ടവുമായി ഇതിൽ കാൽ ചവിട്ടിയപ്പോൾ ഒഴുകി വരുന്ന ആ വെള്ളം അവിടെ ഒരു വാള് പോലെ നിൽക്കുവാൻ, മതിൽ പോലെ നിൽക്കുവാൻ എൻ്റെ ദൈവം ഇടവരുത്തി. അതിൻ്റെ താഴെ ആ സമയത്തെ സീസണെക്കുറിച്ച് പറയുന്നുണ്ട്. അടുത്തത്, അങ്ങനെ ജനം യോർദാൻ അക്കരെ കടപ്പാൻ
ഇതാണ് അവിടുത്തെ സ്വഭാവം. പ്രൈസ് ഗാഡ്. അത് ഇംഗ്ലീഷിലൊന്ന് വായിച്ചേ. Right, and 15, and when those who carried ഹാർവസ്റ്റിൻ്റെ സമയമാകുമ്പോൾ ഈ ജോർദാൻ ഓവർഫ്ലോ ആകുക. അതെന്താ ഈ സമയത്ത് മാത്രം? നീ നന്മ എടുക്കരുത്. വിളഞ്ഞ് നിൽക്കുമ്പോഴാണ് ഹാർവസ്റ്റിൻ്റെ സമയമാകുമ്പം ഈ വെള്ളം കയറി വന്നു കഴിഞ്ഞാൽ അതെല്ലാം നശിച്ചു പോകും. എന്നാൽ അഭിഷേകമുള്ളവർ അതിൽ കാൽ ചവിട്ടിയാൽ അതിലും വ്യത്യാസം ഉണ്ടാകും. പ്രൈസ് ഗാഡ്. അതിൽ സമർപ്പിക്കപ്പെട്ടവർ, ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവൻ അതിൽ കാൽ ചവിട്ടിയാൽ ആ ഒഴുക്ക് നിൽക്കും. എത്ര ഡീപ്പായിട്ട് അത് ഒഴുകിക്കോട്ടെ, പ്രൈസ് ഗാഡ്, അതിനെ നിർത്തുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടോ? ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വസിക്കാം. കർത്താവേ, അടിയന് എന്നെ സമർപ്പിക്കുന്നു, എന്നെ തന്നെ അടിയൻ അങ്ങയുടെ മുൻപാകെ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ ഒരു സമർപ്പണ മനോഭാവം ദൈവമക്കൾക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഒരു സാൻറ്റിഫിക്കേഷൻ നടക്കും. പ്രൈസ് ഗാഡ്. നമ്മുടെ അറിവ്, നമ്മുടെ ജ്ഞാനം, നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് ഒരിക്കലും ക്രിസ്ത്യ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ സാൻറ്റിഫിക്കേഷൻ ഉണ്ടാകത്തില്ല. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. അടുത്ത വാക്യം താപ്പോട്ട് വായിക്കുന്നു. സ്തോത്രം. എവിടം വരെ ആ ചിറ പോലെ പൊങ്ങിയത്? ആദാം പട്ടണത്തിനരികെ വരെ ചിറ പോലെ പൊങ്ങിയെന്ന്. വെള്ളം ഇങ്ങനെ വാളുപോലെ നിന്നു. സ്തോത്രം. എന്നിട്ട് ദൈവമക്കളെ ശ്രദ്ധിക്കണേ. ഈ വെള്ളത്തിന് പോകാൻ സ്വയമേ വേറൊരു വഴി വെള്ളം തന്നെ കണ്ടുപിടിച്ചു. ദൈവവേദലേ, നമുക്കെതിരെ വരുന്ന ഒഴുക്കുകൾ നാം പോലും അറിയാതെ മാറിപ്പോക്കോളും കേട്ടോ. പ്രൈസ് ഗാഡ്. അതാരും വെട്ടി അങ്ങോട്ട് വിടണ്ട. അത് കർത്താവ് ആ കാര്യം ഏറ്റെടുത്തോളും. ഒഴുക്കിനെ എങ്ങോട്ട് വിടണമെന്ന് ദൈവത്തിനറിയാം. പ്രൈസ് ഗാഡ്. പക്ഷേ തൻ്റെ ജനത്തിന് ദോഷം വരാൻ സമ്മതിക്കുന്ന ദൈവമല്ല. കാരണം ഇവർ സമർപ്പിച്ചതാ. ഹല്ലേലൂയ. ഇവർ ഹല്ലേലൂയ സമർപ്പിച്ച ജനമായതുകൊണ്ട് ഇവരെ കവിഞ്ഞൊഴുകുവാൻ സമ്മതിക്കുന്നതല്ല. പ്രൈസ് ഗാഡ്. എന്നിട്ട് ഇവിടെ പറയുന്നു, ജനമെല്ലാം കടന്നു പോകുമ്പോഴൊക്കെ നല്ല ട്രൈ ലാൻഡാണ്. സ്തോത്രം. ഹല്ലേലൂയ. നല്ല ഉണങ്ങിയ നിലമ. അങ്ങനെ അവരെല്ലാം നടന്ന് അക്കരയ്ക്ക് കയറി. അക്കരയ്ക്ക് കയറി കഴിഞ്ഞപ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ ആലോചനയുണ്ടായി, ഇനിയും പുരോഹിതന്മാരോട് കയറാൻ പറ. പുരോഹിതന്മാരും കയറി കഴിഞ്ഞപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് പഴയ പോലെ തന്നെ തുടങ്ങി. പ്രൈസ് ഗാഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല പ്രയാസങ്ങളുടെയും ഒഴുക്ക് മാറ്റിവിടുവാൻ സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. നിൻ്റെ മുട്ടുമേലുള്ള പ്രാർത്ഥനയും സമർപ്പണവും ഇല്ല എങ്കിൽ വീണ്ടും ആ നദി ഒഴുകാൻ ഇടയുണ്ടാവും. അതുകൊണ്ട് ലെറ്റ് us continue to be hallelujah in സമർപ്പണത്തിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിൻ്റെ 24-ാം വാക്യം കൂടെ വായിക്കുന്നു. ഞങ്ങൾ ഇക്കരെ കടക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പലപ്പോഴും അക്കരയ്ക്ക് കടക്കും, എങ്ങനെ ജീവിതങ്ങൾ മുന്നോട്ട് പോകും, എങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് ഭാരപ്പെടുമ്പോൾ ഇന്ന് പകൽക്കാലം ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നത്, സ്തോത്രം, കോൺസിഗ്രേറ്റ് യുവർ സെൽഫ്. ഒന്ന് സമർപ്പിച്ചാൽ മതി. എന്താ സമർപ്പണം? കർത്താവേ, ഞാൻ ആരാണെന്ന് അങ്ങേ അറിയുന്നു. God, you know who am I. എൻ്റെ സ്ട്രെങ്ത്, എൻ്റെ കഴിവുകൾ, എൻ്റെ കഴിവില്ലായ്മ, എൻ്റെ അറിവില്ലായ്മ, ഞാൻ എത്രത്തോളം നിൻ്റെ മുൻപാകെ ഉണ്ട് എന്നെല്ലാം നീ അറിയുന്നു. ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നുവെന്ന് പറയുന്ന ഒരു മനോഭാവമാണ് ദൈവത്തിന് സ്തോത്രം സമർപ്പണം എന്ന് പറയുന്നത്. In the New Testament believers,
റോമാലേഖനം, ബുക്ക് ഓഫ് റോമൻ ചാപ്റ്റർ 12 വേഴ്സ് 1, 2, 3 ഒന്ന് വായിക്കാം. ഇവിടെ പറയുന്നത് എങ്ങനെയാണ് സമർപ്പിക്കേണ്ടതെന്നറിയാമോ? ഇൻ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ, പഴയ നിയമകാലത്ത് ഈ കോൺസെക്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അനോയിൻറ്റിങ് ചെയ്യുക. മറ്റൊരാളാൽ വന്ന് നമ്മളെ അനോയിൻറ്റ് ചെയ്യും. ദൈവം അയച്ചിട്ട് ഒരാൾ വന്ന് നമ്മളെ അനോയിൻറ്റ് ചെയ്യും. ബുക്ക് ഓഫ് നമ്പർ, സംഖ്യാപുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. അങ്ങനെ ബൈബിളിൻ്റെ പല ഭാഗങ്ങളിലും സ്തോത്രം ഹല്ലേലൂയ ഈ കോൺസെക്രേറ്റിനെ കുറിച്ച്, സമർപ്പണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവം വേർതിരിച്ചവൻ്റെ സമർപ്പണം. അതിലെല്ലാം പറയുമ്പോൾ അതിൻ്റെ വസ്ത്രത്തെ പോലും പറയുന്നുണ്ട്, അവൻ കഴിക്കേണ്ട ആഹാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ, സകലത് ഒരു വലിയ ടേബിൾ തന്നെ അതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. പ്രൈസ് ഗാഡ്. നമുക്കതിലേക്ക് വരാം. ഹൗ ടു കോൺസെക്രേറ്റ് യുവർ സെൽഫ് ടു ഗാഡ്. നമ്പർ 1, ഡെഡിക്കേറ്റ് യുവർ ഹാർട്ട് ടു ഗാഡ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് വേണ്ടി കൊടുക്കണം, സമർപ്പിക്കണം. പ്രൈസ് ഗാഡ്. 2, റിഫ്ലക്റ്റ് ഓൺ യുവർ മോട്ടിവേഷൻസ്. പ്രൈസ് ഗാഡ്. നമ്മുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നാം ദൈവമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. നമ്മുടെ മോട്ടീവ് എന്താണ്, നമ്മുടെ ഉദ്ദേശം. വൈ വി കം ടു ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഒരു ദൈവ പൈതൽ ദൈവസ്ഥനിൽ വരുമ്പോൾ, ആർ വി കമ്മിങ് ഫോർ ഇൻക്രിമെൻറ്റ് ഓർ ജോബ് because of we struggling, or because we are not feeling well, or something going on wrong way in home, നമ്മുടെ ഹൗസിൻ്റെ സെറ്റപ്പ് ഏതെങ്കിലും ദോഷമായ വഴിയിൽ പോകുന്നത് കൊണ്ട്, then let me go to church and spend some time with God. എന്താണ് നമ്മുടെ മോട്ടീവ്, നമ്മുടെ ഉദ്ദേശം? വചനം പഠിപ്പിക്കുന്നത് ഹല്ലേലൂയ, നീ ഒരു യാഗവസ്തുവായി തീരാനാ, നാം ഒരു യാഗവസ്തുവായി തീരാനാണ് നാം ദൈവസ്ഥനിൽ കടന്നു വന്ന് സമർപ്പിക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 3, റിപ്പൻറ്റ്. ഹല്ലേലൂയ, ഈ കോൺസെക്രേഷനിൽ, ഈ സമർപ്പണത്തിൽ ആവശ്യമായ 3-ാമത്തെ കാര്യം റിപ്പൻറ്റ്. നാം ദൈവത്തോട്, നാം എത്ര നീതിമാനായാലും, ഈവൻ അവർ കോൺഷ്യസ് ഈസ് നോട്ട് സേയിങ് വി ഫെയിൽ സംവെയർ ഓർ വി ഡിഡ്ന്റ് complete എന്ന് നമ്മുടെ മനസ്സ് പറയുന്നില്ലെങ്കിൽ പോലും നമ്മൾ പൂർണ്ണരല്ല എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ഗാഡ്. സോ റിപ്പൻറ്റ്. നമ്പർ 4, സെപ്പറേറ്റ് യുവർ സെൽഫ് ഫ്രം ദ ഈവിൾസ് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ ചിന്തകളിൽ നിന്ന്, ലോകത്തിൻ്റെ സ്വഭാവങ്ങളിൽ നിന്ന്, ഹല്ലേലൂയ സ്തോത്രം, ലോകക്കാർ നടക്കുന്നത് പോലെ നടക്കുവാൻ നമുക്ക് പറ്റില്ല. ഹല്ലേലൂയ. കാരണം എന്തറിയാമോ? നാം സമർപ്പിക്കപ്പെട്ടവരാ. വി ആർ കോൺസെക്രേറ്റ് അവർ സെൽഫ് ടു ദ ലോർഡ്. പ്രൈസ് ഗാഡ്. കോൺസെക്രേഷൻ ഇല്ല എങ്കിൽ ദൈവപ്രവൃത്തി നടക്കത്തില്ല കേട്ടോ. യോശുവ എന്താ പറഞ്ഞ്? ഒരു മഹാ അത്ഭുതം നടക്കാൻ പോവുകയാണ്, ഒരു വലിയ വണ്ടർ നടക്കാൻ പോവുകയാണ്. ജനമേ, നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ, പ്രൈസ് ഗാഡ്, അങ്ങനെയെങ്കിൽ നമുക്കത് ഏറ്റെടുക്കാം. അപ്പാ, എൻ്റെ ദൈവസഭയിൽ ചില വണ്ടേഴ്സ് നടക്കണം, എൻ്റെ കുടുംബത്തിൽ ചില വണ്ടേഴ്സ് നടക്കണം, എൻ്റെ ദേശത്ത് ചില വണ്ടേഴ്സ് നടക്കണം. ഹല്ലേലൂയ, എന്നെ ഞാൻ സമർപ്പിക്കുന്നപ്പാ എന്ന് പറയുന്ന ദിവസങ്ങളായിട്ടേ വരുന്ന ദിവസങ്ങളിൽ. ഹല്ലേലൂയ. 5-ാമത്തെ പോയിന്റ് പറയുന്നത് ഡ്രോ ക്ലോസർ ടു ഗാഡ്. ദൈവത്തോട് അടുത്തു ചെല്ലാം. ദൈവത്തോട് അടുത്ത് ചെല്ലുന്നത് ഒരു സമർപ്പണമാണ്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കോൺസെക്രേഷൻ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ വരുമ്പോൾ റിച്വൽസാണ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടതാണ്. പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടതാണ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലുള്ള കോൺസെക്രേഷൻ എന്ന് പറയുന്നത്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. അതുപോലെ അവിടെ അത് എക്സോഡസിൽ പറയുന്നുണ്ട്. എക്സോഡസ് 29 വായിക്കേണ്ട, അധ്യായം വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. ഇഫ് യു വാണ്ട് ടു നോ, go and read Exodus, book of Exodus 29. There is completely, അവിടെ പറയുന്നുണ്ട് കുറേ കോൺസെക്രേഷൻ, സമർപ്പണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്നത് വസ്ത്രത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു
വീഞ്ഞു കുടിക്കരുത്, ഒത്തിരി 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 ഭക്ഷിക്കേണ്ട ആഹാരത്തെ പോലും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. സമർപ്പണം. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഡീപ്ലി ഓൺ ദാറ്റ്. അത് കഴിഞ്ഞിട്ട് സംഖ്യാപുസ്തകം ബുക്ക് ഓഫ് നമ്പേഴ്സ് അതിൻ്റെ 6-ാം അധ്യായത്തിൽ പറയുന്നത്, ഹല്ലേലൂയ, നാസറേറ്റ് എന്നൊരു ഗ്രൂപ്പ്, നാസറുദം, ഹല്ലേലൂയ, അതൊരു സമർപ്പണമാണ്. അവരോട് പറയുന്നത് അവിടെ വരുമ്പോൾ അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എടുക്കാവുന്ന ഒരു വ്രതമാണ്. പ്രൈസ് ഗാഡ്, ഒരു കോൺഫിഗറേഷനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പറയുന്നത് ആ ആ ആ ആ അങ്ങനെ താഴോട്ട് ഒത്തിരി 8-ാം വാക്യം ഒന്ന് വായിച്ചേ. അതിൻ്റെ കണ്ടോ? അപ്പോൾ ഈ സമർപ്പണമുള്ള വ്യക്തി മുഴുവനും കർത്താവിന്, ദൈവത്തിന് വിശുദ്ധനായിരിക്കണം. നമ്മളെ വിശ്വാസി ബിലീവർ എന്ന് പറയുമ്പം കേൾക്കാൻ ചിലർക്ക് ഇഷ്ടമുണ്ട്, ചിലർക്ക് അതും ഇഷ്ടമല്ല. പക്ഷെ എന്താ അതിൻ്റെ ഉദ്ദേശം എന്നറിയാമോ? നീ സമർപ്പിക്കപ്പെട്ടവനെന്നാ. യു ആർ സെപ്പറേറ്റഡ് ഫ്രം മെനി തിങ്സ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് താപ്പോട്ട് പറയുന്നു, ഹല്ലേലൂയ, വൈ ദിസ് കോൺസെക്രേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അസ്. പുതിയ നിയമ വിശ്വാസിക്ക് സമർപ്പണത്തിൻ്റെ ആവശ്യകത എന്തുകൊണ്ടാണ്? 2 തിമോത്തി chapter 2 verse 29, 16 to 21 വരെ ഒന്ന് നോക്കാം. പ്രൈസ് ഗാഡ്. അവിടെ പറയുന്നത് ഒന്ന് അവിടെ പറയുന്നു ഭക്തി വിരുദ്ധമായ, അതിൻ്റെ അർത്ഥം എന്തുവാണെന്നറിയാമോ? ഭക്തിക്ക് ദോഷം വരുന്ന ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടരുതെന്ന്. അതാ ഒരു സമർപ്പണം. നമുക്ക് ഇന്നലെ രാത്രിയിൽ നമ്മൾ അങ്ങനെ ഒരു ഭാഗം കേൾക്കുകയുണ്ടായി. നമ്മുടെ ആത്മീയത്തിന് വളർച്ച വരാത്ത ഒരു കാര്യത്തിലും നോ കോംപ്രമൈസ് ഓർ നോ കോൺവെർസേഷൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. കാരണം നമുക്കുണ്ടാകേണ്ട വളർച്ച അതുമൂലം തടയും. കാര്യങ്ങൾ ലോജിക്കലി നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ താല്പര്യം ഉണ്ടാവും, ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ദോഷം നമ്മുടെ ആത്മീയത്തിൽ വീഴ്ച പറ്റുകയാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള ആ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു പോകുകയാണ്. നമ്മൾ ആത്മാവിൽ ആരാധിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറ്റം പറയുന്ന ചിലരോട് പോയി നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്ത് നോക്കിയേ, നമ്മുടെ അന്യഭാഷയ്ക്ക് പോലും വ്യത്യാസം വരും. നമ്മളത് സാവകാശം കുറഞ്ഞ് നമുക്ക് പിന്നെ പൊതുവിലൊന്നും പ്രാർത്ഥിക്കാൻ പോലും മനസ്സില്ലാത്ത അവസ്ഥയിലുണ്ടാവും. അത് വളർച്ചയല്ല, അത് തളർച്ചയാണ്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അത് വളർച്ചയല്ല, അത് തളർച്ചയാണ്. അടുത്തത് പറയുന്നത്, ആ വകക്കാർ അഭക്തിയെ അവരുടെ വാക്ക്, ഇത് സമർപ്പണമില്ലാത്ത ക്രിസ്തീയ ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം നയിക്കാത്ത വ്യക്തി ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന സ്വഭാവ വ്യത്യാസങ്ങളാണ്. അവർ മൂലം അതൊരു ക്യാൻസർ പോലെ പടർന്ന്, സ്തോത്രം, ഹല്ലേലൂയ, ഒരിക്കലും പിന്നെ ദൈവസന്നിധിയിൽ നിലനിൽക്കാൻ ഒക്കാത്തതുപോലെ തിന്നുകളയും. അടുത്തത് അങ്ങനെ 1-2 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട് അവിടെ. അങ്ങനെയാകുന്നു, അവർ സത്യം വിട്ട് തെറ്റി. അവർ പഠിപ്പിച്ചത് റിസറക്ഷൻ, ഒരു പുനരുത്ഥാനമൊക്കെ കഴിഞ്ഞു, ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ചവരുണ്ടായിരുന്നു. ഫോൾസ് ടീച്ചിങ്. പ്രൈസ് ഗാഡ്. അടുത്തത് അതാണ് സമർപ്പണം. കർത്താവിനെ വചനം അറിയുന്നവൻ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവൻ, ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവനായിരിക്കണം. അവൻ പലതിൽ നിന്നും വിട്ടൊഴിഞ്ഞു നിൽക്കണം. We cannot speak like other people. We cannot act like other people. Praise God. Because നാം സമർപ്പിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. 21-ാം വാക്യം ഇവിടെ പറയുന്നത്,
ഇവയെ വിട്ടകന്ന് തന്നെത്താൻ കണ്ടോ, ഒരു മാനപാത്രമായിരിക്കാൻ he is useful for his master. Praise God. ഉടയവന്, സൃഷ്ടാവിന് ഒരു നല്ല വ്യക്തിയായി തീരുവാൻ സമർപ്പണം ആവശ്യമാണ്. Praise God. Hallelujah. എന്നിട്ട് സാന്റിഫിക്കേഷൻ ഇതും കോൺസെക്രേഷനും നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ചിട്ട് പോകാം. കോൺസെക്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് കേട്ടു, സമർപ്പണം ഈസ് ദ ആക്ട് ഓഫ് ഡെഡിക്കേറ്റിംഗ് വൺ സെൽഫ് ടു ഗാഡ്. ഇത് നമ്മളിൽ ഉണ്ടാകേണ്ട, നമ്മുടെ ഭാഗത്തു നിന്ന് വരേണ്ടതാണ്. നാം അത് ആക്ട് ചെയ്യണം, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം. സമർപ്പണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. Sanctification is the process of being made by Holy Spirit and holy by God. Sanctification അപ്പോൾ തന്നെത്താനെ നടക്കും. നാം കേട്ടു എങ്ങനെയാണ് നാം കോൺഗ്രിഗേഷൻ നാം കോൺസെക്രേറ്റ് ചെയ്യേണ്ടതെന്നറിയാമോ? ഒന്ന്, ഡെഡിക്കേറ്റ് യുവർ ഹാർട്ട് ടു ദ ലോർഡ്, റിഫ്ലക്റ്റ് ഓൺ യുവർ മോട്ടീവ്, റിപ്പൻറ്റ്. പിന്നെ separate yourself from the evils of the world. അടുത്തത്, draw closer to God. ദൈവവുമായിട്ട് അടുക്കണം. ഇത്രയും വരുമ്പോഴാണ് സാന്റിഫിക്കേഷൻ നടക്കുന്നത്, ശുദ്ധീകരണം. ഹല്ലേലൂയ. സമർപ്പണത്തിന് മുമ്പ് ഒരു ശുദ്ധീകരണം നടക്കില്ല. അത് ഫോൾസ് ടീച്ചിങ് ആണ്. അങ്ങനെയുണ്ടെങ്കിൽ ശുദ്ധീകരണമെന്ന് പറയത്തതേ ഉള്ളൂ. ഹല്ലേലൂയ. സമർപ്പണം ഇല്ലാത്ത അവസ്ഥ. സമർപ്പണമില്ലാത്ത ഒത്തിരി പേര് ശുദ്ധീകരണമാണെന്ന് പറഞ്ഞ് നടക്കാറുണ്ട്. അവരെ വിശുദ്ധന്മാരെന്നും വിളിക്കാറുണ്ട്. എന്നാൽ സമർപ്പണമുള്ള ജീവിതം, ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിനെ അയച്ച് അവൻ നമ്മെ, ഹല്ലേലൂയ, സ്തോത്രം, ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. സമർപ്പണമുണ്ടെങ്കിൽ ശുദ്ധീകരണം നടക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സാന്റിഫിക്കേഷൻ ഈസ് എ ഓൺഗോയിങ് പ്രോസസ് ആകട്ടോ. അത് തുടർമാനം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ശുദ്ധീകരണം അത് തുടർമാനം നടന്നുകൊണ്ടിരിക്കണം. അത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ദാറ്റ് വി ലോസ്റ്റ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സാന്റിഫിക്കേഷൻ പിന്നെ ഓട്ടോമാറ്റിക് ക്ലീനിങ് ഇല്ലെന്നർത്ഥം. പിന്നെ ഓട്ടോമാറ്റിക് ക്ലീനിങ് സ്വിച്ച് ഓഫായി. പ്രൈസ് ഗാഡ്. പ്രിയരെ, ശിഷ്ടമുള്ള ആയുസ് ഒരിക്കലും മാറിപ്പോകാതെ നാം സമർപ്പണമുള്ളവരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. സമർപ്പണം എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം? ഹൗ ടു ചെക്ക് കോൺസെക്രേഷൻ. 2 Corinthians chapter 13 verse 5. 2 Corinthians ലേഖനം 13 അധ്യായത്തിൻ്റെ 5 വാക്യം. ഹല്ലേലൂയ. എങ്ങനെയാണ് ഹൗ ടു ചെക്ക് കോൺസെക്രേഷൻ? എങ്ങനെ ചെക്ക് ചെയ്യാം? സമർപ്പണം എങ്ങനെ ചെക്ക് ചെയ്യാം? നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് യു എക്സാം യുവർ സെൽഫ്. അതിന് ഡോക്ടർ വേണ്ട, പാസ്റ്റർ വേണ്ട, അതിന് വൈഫ് വേണ്ട, ഹസ്ബൻഡ് വേണ്ട, മക്കൾ വേണ്ട, പേരൻസ് വേണ്ട. യു എക്സാം യുവർ സെൽഫ്. നീ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന്. അതാ ഇന്നലെ രാത്രി നാം കേട്ടത്. നാം കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ദിവസം ഓർമ്മയുണ്ടോ? അഭിഷേകം പ്രാപിച്ച ദിവസമുണ്ടോ? മരിച്ചാലും വേണ്ടില്ല, ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്ന് വിചാരിച്ച് ആ ദിവസം ഓർമ്മയുണ്ടോ? ലെറ്റ് us come back to the day. Praise God. സാഹചര്യങ്ങൾ മാറി, പ്രശ്നങ്ങൾ കൂടി, കടഭാരങ്ങൾ വന്നു, ദേശം വിട്ടു. We come to other land. There are so many issues come to our life. നമ്മളോട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നീ വിശ്വാസത്തിൽ തന്നെ ഉണ്ടോ എന്ന് നീ തന്നെ ശോധന ചെയ്യണം. നിങ്ങൾ വിശ്വാസത്തിലില്ല എന്ന് തോന്നിയാൽ, എനിക്ക് പഴയ പോലെ ഒന്നുമില്ല എന്ന് തോന്നിയാൽ, നിങ്ങൾ ക്രിസ്തുവിനില്ലാത്തവരെ, അതല്ല ഉണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ ക്രിസ്തു ഉണ്ടെന്നർത്ഥം. പ്രൈസ് ഗാഡ്. നമ്മളെന്നും സഭാരാധനകൾക്കും സഭായോഗങ്ങൾക്കും വരുമ്പോൾ ഇങ്ങനെ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ജനത്തിനായി സ്തോത്രം.
നമുക്കത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് എല്ലാ പ്രാവശ്യവും ഇങ്ങനെയുള്ള മെസ്സേജുകൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ഗാഡ്. അതിന് മെയിൻ്റനൻസ് എന്ന് പറയും. ഒരു വണ്ടി ഒരു പ്രാവശ്യം ഹല്ലേലൂയ അങ്ങ് ഇറക്കി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പോഴും അത് എല്ലാ ചെക്കപ്പും കഴിഞ്ഞിട്ടാണ് അത് ഇറക്കി വിടുന്നത്. അത് മാർക്കറ്റിൽ സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവറി സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ആൻഡ് എവറിത്തിങ് ഹാസ് ടു ബി പാസ്ഡ്. പക്ഷേ അപ്പോൾ ചോദിക്കുക, ഇത് വാങ്ങിച്ചപ്പം നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. 5000 മൈൽ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ നിന്ന് കൊണ്ടുചെല്ലണം. അതിനെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, അതിൻ്റെ ഓയിൽ മാറണം, ഫിൽറ്റർ മാറണം, അതിൻ്റെ നട്ടും ബോൾട്ടും ഒക്കെ അതേ പൊസിഷനിലാണെന്ന് നോക്കും. അവർ വീണ്ടും അത് ഇൻസ്പെക്റ്റ് ചെയ്യും. എന്തെങ്കിലും ഈ കഴിഞ്ഞ 5000 മൈൽ ഓടിയിട്ട് എന്തെങ്കിലും വ്യത്യാസം വണ്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ? ആ ചെക്ക് പോയിൻ്റ് എല്ലാം അവർ ടിക്ക് ചെയ്തിട്ട് പറയും എവറിതിങ് ഈസ് പെർഫെക്റ്റ്. അത് കഴിഞ്ഞിട്ട് വിടും. നൗ യു ഗുഡ് ടു ഗോ ആൻഡ് അവർ കാർ ഓൺ ദ റോഡ്. അനദർ 5000 ടേക്ക് ഇറ്റ് അഗെയിൻ, ചെക്ക് അഗെയിൻ. അങ്ങനെ ജീവനില്ലാത്ത മനുഷ്യനിർമ്മിതമായ ഒരു യന്ത്രത്തിന് ആവശ്യമാണെങ്കിൽ ക്രിസ്തീയ വിളിക്ക് യോഗ്യരും ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനമായിരിക്കുന്ന നമുക്ക് ആർ വി നീഡ് എ കോൺസിക്രേഷൻ once in a month or once in a year? അതോ ഒരു രാത്രിയിലെ കാത്തിരിപ്പ് യോഗത്തിന് വേണ്ടി മാത്രമുള്ളതാണോ? അതോ ഒരു വിസിറ്റിംഗ് പാസ്റ്റർ വരുമ്പോൾ മാത്രമുള്ളതാണോ? അല്ല ദൈവവൈതലേ, നാം എപ്പോഴും രാവും പകലും ദൈവത്തിൽ കടന്നു വരുമ്പോൾ we should have the consecration with our God and check ourselves. Praise God. Hallelujah. Hallelujah. ദൈവത്തിന് മഹത്വം. ഇവിടെ വ്യക്തമായി പറയുന്നു, നീ ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടെന്നെങ്കിൽ നീ വിചാരിച്ചോ നിന്നിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു. Praise God. Hallelujah. Hallelujah. Always ensuring the word, hallelujah, the world sees God through you. നമ്മളെ ലോകം കാണുന്നത് ദൈവത്തെ കാണുന്നതിൽ കൂടെ. ദൈവത്തെ കാണണമെങ്കിൽ നമ്മളെ കാണണം. ലോകക്കാർ നമ്മെക്കുറിച്ച് നോക്കുമ്പോൾ, സമർപ്പണമുള്ള ദൈവവേദനെ കാണുമ്പോൾ അവൻ മനസ്സിലാക്കണം, ഇവൻ വാസ്തവത്തിൽ ദൈവത്താൽ അഭിഷക്തനാ, ഇവൻ ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവനാ. ലോകം കണ്ട് മനസ്സിലാക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 30-ാം അധ്യായം 10 ബുക്ക് ഓഫ് ആക്ട് ചാപ്റ്റർ 10 വേഴ്സ് 38 നമുക്ക് അവിടെ ഒന്ന് വായിച്ചു നോക്കാം എന്താ പറയണമെന്ന്. നസ്രയനായ യേശുവിനെ ദൈവം കണ്ടോ? അപ്പൊ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ഭൂമിയിലായിരിക്കുന്ന കാലത്തോളം ഇത് വേണം. ജീസസ്, നീ മേളിൽ നിന്ന് വന്ന ആളല്ലേ, നിന്നെ പിതാവല്ലേ അയച്ചത്. then why you need to do this all process? വെരി ജെന്യൂൻ ക്വസ്റ്റ്യൻ അല്ലേ? എൻ്റെ കർത്താവിന് പറയാനുണ്ട്, ഈ പ്രോസസ്സിൽ കൂടെ കടന്നെങ്കിൽ മാത്രമേ ഒരു ദൈവശക്തി പ്രാപിച്ചെടുക്കാനൊക്കത്തുള്ളൂ. ഈ ഹിഡൻ ശക്തി പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഗോ ത്രൂ സം പ്രോസസ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഹല്ലേലൂയ, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിതമായ വിവരങ്ങൾ തന്നെ നിങ്ങൾ അറിയുന്നില്ലയോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ പിതാവിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്താൽ, പുത്രനെ മാനിച്ചുവെങ്കിൽ പുത്രനാൽ നാം രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് നാം പുത്രൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മെ ബലപ്പെടുത്തുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. ദുഷ്ടനോട് സംസാരിക്കുവാൻ നമുക്ക് കഴിവുണ്ട്. ഹല്ലേലൂയ. അവനെ ശാസിക്കുവാനുള്ള കഴിവുണ്ട്. നിനക്കെതിരെ വരുന്ന ഒഴുക്കുകളെ ശാസിക്കുവാൻ ദൈവം നമ്മുടെ നാവില് ബലം തരുന്നുണ്ട്. പ്രൈസ് ഗാഡ്. നാം ഭീരുക്കളാകാനുള്ളവരല്ല കേട്ടോ. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. യാക്കോബ് പില്ലോ ആയിട്ട് കല്ല് വെച്ചു. ഹി യൂസ്ഡ് പില്ലോ ആസ് എ സ്റ്റോൺ.
ദൈവവേദലേ ഒരു നമ്മൾ എക്സോഡസ് 23 വേഴ്സ് 25 ഒന്ന് വായിക്കാമോ? There is a divine protection from every satanic attack. Praise God. കണ്ടോ, നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. അനുഗ്രഹിക്കാതെ കുടിക്കുന്നവരില്ലേ? ഇല്ലേ? ദൈവത്തെ അറിയാത്തവർ ദൈവത്തിൻ്റെ അനുഗ്രഹമൊന്നും വേണ്ടാന്നും പറഞ്ഞ് കഴിക്കുന്നവരില്ലേ? പക്ഷേ ഈ പറയുന്ന ഒരു ദൈവവേദനെ സംബന്ധിച്ച നീ കുടിക്കുന്ന വെള്ളവും നീ കഴിക്കുന്ന അപ്പവും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗാഡ്. നിൻ്റെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ഞാൻ രോഗങ്ങളെ നിൻ്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ഡിവൈൻ പ്രൊട്ടക്ഷൻ ഫ്രം every satanic attack. Praise God. Hallelujah. യാക്കോബ് തൻ്റെ യാത്രയിൽ സ്തോത്രം പില്ലോ അത് കല്ലായി മാറിയൊരു ദിവസം ഉണ്ടായിരുന്നു. ഇത്രയും നാളും ഭവനത്തിൽ നല്ല പില്ലോ ആയിരുന്നു, സോഫ്റ്റ് ജെല്ലിൻ്റെ പില്ലോ. എന്നാൽ അവൻ്റെ കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നു, ലൈഫ് സ്റ്റൈലിന് വ്യത്യാസം വന്നു. അവൻ പ്രത്യേക സാഹചര്യങ്ങൾ കടന്നു പോയപ്പോൾ ആർക്കും വേണ്ടാതെ ആർക്കും ഉപയോഗമില്ലാത്ത ഒരു കല്ല് അവനത് തലവണിയായി വെച്ചു. പ്രിയ ദൈവമക്കളെ, നാം whenever you walk through the hardship, remember the God is with you. God is watching you. God is watching over you. നീ കഷ്ടതയിൽ കൂടെ പോകുമ്പോഴാണ് ദൈവം നിന്നെ ശരിക്ക് കാണുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലപ്പോഴും നീ ആ പില്ലോ നിനക്ക് അത്ര സുഖമായി തോന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നോട് സംസാരിക്കുവാൻ എൻ്റെ ദൈവം ആ സ്ഥലത്തെത്തുന്ന ദൈവമാണ്. പക്ഷേ അവന് വേണ്ടി കാതുകളെ തുറന്നു കൊടുക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനിടയാകട്ടെ. ഹല്ലേലൂയ. യെരമ്യാവിനോട് ചോദിച്ചു നോക്കാം. യെരമ്യാവ് 51:36 എവിടെ എന്താ പറയുന്നതെന്നറിയാമോ? യെശയ്യാവിനോടും നമുക്ക് ചോദിക്കാം. 51:36. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിന്റെ വ്യവഹാരം, നിന്റെ ആവശ്യങ്ങൾ നിനക്ക് വേണ്ടി I am your advocate. I am your advocate. പലപ്പോഴും നമുക്ക് വേണ്ടി ആരും ഉണ്ടാവില്ല. പലതിനും വ്യവഹാരം ചെയ്യുവാൻ നമുക്ക് ആരുമില്ല. ഭാരപ്പെട്ടിരിക്കുന്ന യിരെമ്യാവിനോട് ദൈവം പറയുന്നു, ഇതാ ഞാൻ നിൻ്റെ വ്യവഹാരം നടത്തി നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്യും. അതിൻ്റെ ഉറവുകളെ വറ്റിച്ചു കളയും. ദൈവമക്കളെ, പലപ്പോഴും ഹല്ലേലൂയ ഈ ഉറവ എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ആ സ്റ്റോപ്പ് നിന്നില്ല എങ്കിൽ വറ്റിയ ഡ്രൈ പ്ലേസ് ആയിരിക്കത്തില്ല. ദാറ്റ് ഓൾവേസ് ലുക്ക് വെറ്റ്. ബട്ട് ഇഫ് ഗാഡ് നീഡ് ടു മേക്ക് ഇറ്റ് ട്രൈ, ഹി വിൽ സ്റ്റോപ്പ് ദാറ്റ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്മോൾ സ്ട്രീംസ്. ഹല്ലേലൂയ. ചെറിയ ഉറവുകളെ നിർത്തുവാൻ കഴിവുള്ള ദൈവമാണ്. കാരണം നിന്നെ ഉണങ്ങിയ നിലത്തൂടെ നടത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവം എല്ലാത്തിനു മേലും കൽപ്പിക്കുവാൻ കഴിവുള്ള ദൈവമാണ്. യിരെമ്യാവിനെ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ യെശയ്യാവ് 41:10 അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? 41:10 അവിടെ യെശയ്യാവിനോട് പറയുന്നൊരു വാക്കുണ്ട്. അവിടെ പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്നെ I will strengthen you. I will help you. Praise God. I will hold you with my mighty hand. ഇത് ചുമ്മാതെ സന്തോഷിച്ചുകൊണ്ടിരുന്നപ്പോഴൊന്നും പറഞ്ഞതല്ല കേട്ടോ. താനിങ്ങനെ ഭയങ്കര റിജോയ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പം പറഞ്ഞ വാക്കൊന്നുമല്ല. വേദനയുടെ നടുവിൽ കൂടി പോയപ്പോൾ, പല ചോദ്യങ്ങൾക്കും മറുപടിയില്ലാതെ കടന്നു പോകുമ്പോൾ, പിതാവായി ദൈവം പറഞ്ഞ വാക്ക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. Don't be afraid. I am your God. I will strengthen you. ഞാൻ നിന്നെ ശക്തീകരിക്കും. I will help you. ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. Praise God. ഇതിനെല്ലാം കാരണമായി തീരണമെങ്കിൽ hallelujah, let us consecrate ourselves to the Lord. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്ന
ദിവസങ്ങൾ രാവും പകലും ആയിത്തീരട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച സമർപ്പിച്ചതുകൊണ്ട് തീർന്നില്ല, ഇന്നലെ സമർപ്പിച്ചുകൊണ്ട് തീർന്നില്ല, ഇന്ന് സമർപ്പിച്ചതുകൊണ്ട് തീർന്നില്ല. ലെറ്റ് us keep on continue to do the same thing. കാരണം അത് ചെയ്തെങ്കിൽ മാത്രമേ സാന്റിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കത്തുള്ളൂ. when you stop, ഹല്ലേലൂയ, കോൺസെൻട്രേഷൻ നമ്മൾ നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സാന്റിഫിക്കേഷൻ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ആവും. നമ്മളിട്ടില്ലേ, ഓരോ മെക്കാനിക് ഫിസിക്സിൽ നോക്കുമ്പം ഓരോ വീല് കറങ്ങുമ്പോഴാണ് അടുത്ത വീല് കറങ്ങുന്നത്. യു മേ ബി സീൻ ദാറ്റ്. ഒരൊറ്റ വീലായിരിക്കും കറങ്ങുന്നത്, ഒരു മോട്ടർ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വീലയിലായിരിക്കും. പക്ഷേ the another 10 wheels will run because of this wheel. Praise God. ഇത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് എപ്പോൾ സ്റ്റോപ്പാകുന്നു, ഈ ബാക്കി 9 സ്റ്റോപ്പാകും. അങ്ങനെയെങ്കിൽ ഒരു സമർപ്പണം എല്ലാ ദിവസവും നടന്നില്ലെങ്കിൽ സാന്റിഫിക്കേഷൻ നടക്കത്തില്ല. സാന്റിഫിക്കേഷൻ ഇല്ലാത്തതാകുമ്പോൾ നാം ക്രിസ്തുവിനുള്ളവരിൽ നിന്ന് അകന്നു പോവുകയാണ്. വി ആർ സെപ്പറേറ്റഡ് ആൻഡ് അവേ ഫ്രം ഗാഡ്സ് പ്രസൻസ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് തന്നെ അങ്ങ് പോവുകയാണ്. കാരണം പലപ്പോഴും ഒരു സമർപ്പണ മനോഭാവം ആരെങ്കിലും ഉണ്ടാകാതിരുന്നിട്ടുണ്ടെങ്കിൽ അവരിൽ പിന്നെ നടക്കാൻ പോകുന്നത് ഹല്ലേലൂയ സാന്റിഫിക്കേഷൻ്റെ കുറവാണ്. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, എന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ. Always, always, not only Sunday, not only any Wednesday, Friday, Thursday, always help me, Lord, to consecrate myself in thy feet. അങ്ങയുടെ പാദപീഠത്തിൽ എന്നെ ഒന്ന് സമർപ്പിക്കുവാൻ എനിക്ക് എന്നോട് കൃപ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളായി തീരട്ടെ. The good Lord bless us with this word. Hallelujah. പരിശുദ്ധ വാക്കുകളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ.